നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അഞ്ചു വർഷം മുൻപ് ഉപേക്ഷിച്ച സിം കാർഡിന്റെ പേരിൽ കൊല്ലം സ്വദേശി തെലങ്കാന ജയിലിൽ കിടന്നത് 7 ദിവസം. ജിതിനെതിരെ നിരവധി സംസ്ഥാനങ്ങളിൽ കേസ്. സിം കാർഡ് ഉപയോഗിച്ച് നടന്നത് കോടികളുടെ തട്ടിപ്പ്. തെലങ്കാന പോലീസിന്റെ നീക്കത്തിലും ദുരൂഹത. പോലീസ് പിടിച്ചെടുത്ത ജിതിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇപ്പോൾ ഇടപാടുകൾ നടക്കുന്നു. ജീവനെടുത്ത് വീണ്ടും കാട്ടാന. നിലമ്പൂരിൽ ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്നു. സഹോദരൻ യുവാവിനെ തോളിൽ ചുമന്നത് 1.5 കിലോമീറ്റർ. ഡിഎഫ്ഒ ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് പ്രതിഷേധം. യുഡിഎഫിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയേറുന്നു. ചെന്നിത്തലയെ പുകഴ്ത്തി സാദിഖ് അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ലെന്ന് കെ മുരളീധരന്റെ ഒളിയമ്പ്. അനവസരത്തിലുള്ള ചർച്ചയെന്ന് യുഡിഎഫ് കൺവീനർ. മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് പി.സി. ചാക്കോ പിന്നോട്ട്. തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് എൻസിപി അധ്യക്ഷൻ. എൽഡിഎഫിന്റെ കെട്ടുറപ്പാണ് പ്രധാനം. മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും വിശദീകരണം. പെരിയാരും കൊലയിലെ കുറ്റവാളികളെ കണ്ണൂർ ജയിലിലെത്തിച്ചു. മുദ്രാവാക്യം വിളിച്ച് സിപിഎം പ്രവർത്തകർ. പ്രതികളെ സന്ദർശിച്ച് പി ജയരാജൻ. ജയിലറ കാട്ടി പേടിപ്പിക്കേണ്ടെന്ന സിപിഎം നേതാവ്. പ്രതികളുടെ വീടുകൾ സന്ദർശിച്ച് എംഎൽഎമാർ. നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും മുനമ്പം പ്രതിഷേധം കൂടുതൽ കനക്കുന്നു. മനുഷ്യച്ചങ്ങല തീർത്ത് സമരക്കാർ. നേതൃത്വം നൽകി വരാപ്പുഴ കോട്ടപ്പുറം രൂപതകൾ. മലങ്കര സഭാ തർക്കത്തിൽ നീതിക്കൊപ്പം നിൽക്കുമെന്ന് ഓർത്തഡോക്സ് വേദിയിൽ വി.ഡി. സതീശൻ. സിഡ്നിയിലും തകർന്നടിഞ്ഞ ടീം ഇന്ത്യ. ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയ്ക്ക്. കിരീടം തിരികെ പിടിച്ചത് 10 വർഷത്തിന് ശേഷം. ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യത അവസാനിച്ചു. വാർത്തയിലേക്ക് വിശദമായി. ഏറെ നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തി. നമ്പറിന്റെ ആദ്യ ഉടമയെ കാത്തിരുന്നത് ജയിലറയും കേസുകളുടെ പരമ്പരയും. കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ജിതിനാണ് ഒരാഴ്ച തെലങ്കാന ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജിതിന്റെ ഭാര്യയുടെ പേരിലും കേസുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭീതിയിലാണ് കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തികളായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. എട്ട് 1-298-69077 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത്. 2015 2019 ഉപേക്ഷിച്ച ഒരു നമ്പർ കാണിച്ചു. അതിന് ആ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര് ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. BRMCN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമൻ നഷ്ടമായത്
24,65,779 രൂപ. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 6049-7672-468 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ട്. അക്കൗണ്ടിനൊപ്പം ബാങ്കിൽ നൽകിയ മെയിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ജിതിന്റെ പഴയ നമ്പറായ 8129690777. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. ഈ നമ്പർ 17/7 വേറൊരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ സൈബർ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റിസൽദാബ് അബ്ദുൾ റസാഖും നീതുവുമാണ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സോദിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. അവരെ ആരെയും അറിഞ്ഞൂടെ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. തെലങ്കാനയിലെ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കൊലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 35 കേസുകളാണ് ഉള്ളത്. ജിതിൻ കുറ്റം സമ്മതിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ അവകാശവാദം. എന്നാൽ ബാങ്ക് അക്കൗണ്ടോ ഫോൺ കോൾ വിശദാംശങ്ങളോ പോലീസ് പരിശോധിച്ചിട്ടില്ല. മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ ഉടമയിലേക്ക് അന്വേഷണം എത്താത്തതിലും ദുരൂഹതയുണ്ട്. മൊബൈൽ ഫോൺ നമ്പർ അടിക്കടി മാറ്റുകയും ഉപയോഗിച്ചിരുന്നവ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഫ്രീ സിം കിട്ടുമ്പോൾ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകണം ജിതിൻ എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെടുന്ന ജിതിനും കുടുംബത്തിനും നീതിയും ഉറപ്പാകണം. വി.വി. അരുൺ, ന്യൂസ് 18, കൊല്ലം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ജിതിന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ്. തട്ടിക്കൊണ്ടുപോകലിന് സമാനമായാണ് ജിതിനെ തെലങ്കാന പോലീസ് കേരളത്തിൽ നിന്ന് കടത്തിയത്. അതിനു മുൻപ് 2 ദിവസം ആരെയും അറിയിക്കാതെ കൊല്ലത്ത് ഹോട്ടലിൽ ബന്ദിയാക്കി. നിയമസഹായം പോലും നിഷേധിച്ച് ജയിലിലടച്ചു. പോലീസ് ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് കുടുംബം. ഈ മാസം 14-നായിരുന്നു ജിതിനെ തേടി ഒരു സംഘം വീട്ടിലെത്തിയത്. തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തി. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ഐഡി കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ. വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ, ഇന്നണക്കൊരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജിതിന്റെ അമ്മ അലറിക്കരഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ആരെയും അറിയിക്കാതെ 2 ദിവസത്തോളം കൊല്ലത്ത് തുടർന്നു. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. ജിതിന്റെ ഭാര്യ സഹോദരൻ ദീപക് പിന്നാലെ തെലങ്കാനയിലെത്തി. അവിടെ നടന്ന സംഭവങ്ങൾ ദീപക് പറയും. നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ കണ്ട് വക്കീൽ പറഞ്ഞത് രാത്രി ജാമ്യം എടുക്കാൻ പറ്റിയാണ്, പക്ഷേ അവർ ഡിലേ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തില്ല. വക്കീലിനെ മാക്സിമം താമസിപ്പിക്കാൻ നോക്കി. പിന്നെ പിറ്റേ ദിവസം വക്കീൽ അടുത്ത ജാമ്യം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെയും പോലീസുകാർ വീണ്ടും കേസ് ആ സർക്കിളിൽ തന്നെയുള്ള ഈ സെയിം അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് ഒത്തിരി. അതിൽ വീണ്ടും ഒരു കേസ് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് പിന്നെയും ബെയിൽ ഡിലേ ആക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ജിതിനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖകളും ഇപ്പോഴും തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്നലെ കൊച്ചിയിൽ നടന്നത് 4600 രൂപയുടെ പർച്ചേസ്. അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചതിനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചതിനും തെലങ്കാന പോലീസിനെതിരെ ജിതിന്റെ കുടുംബം നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിലും പരാതി നൽകി. വി.വി. അരുൺ, ന്യൂസ് 18, കൊല്ലം. നിലമ്പൂർ ഉൾക്കാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. വനംവകുപ്പ് അധികൃതർ എത്താൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. പി.വി. അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ DFO ഓഫീസിന്റെ പൂട്ട് തകർത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:45-ഓടെയാണ് കാട്ടിലൂടെ കോളനിയിലേക്ക് പോവുകയായിരുന്ന മണിയെയും സംഘത്തെയും കാട്ടാന ആക്രമിച്ചത്. മറ്റുള്ളവർ ചിതറിയോടി രക്ഷപ്പെട്ടപ്പോൾ മണി ആനയ്ക്ക് മുമ്പിൽ കുടുങ്ങി. മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുകാരൻ മനു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ മണിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
മണിയുടെ സഹോദരൻ അയ്യപ്പനാണ് കാട്ടിൽ നിന്നും മണിയെ തോളിൽ ചുമന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മണിയെ കാട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായത്. ജീപ്പിൽ കരുളായി വരെയും അവിടെ നിന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം നടന്നത് അറിയാൻ വൈകിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. കാട്ടിനുള്ളിൽ മൊബൈൽ റേഞ്ച് ഇല്ലാത്തതും പ്രതിസന്ധിയായി. 6:30 നടന്നിട്ട് 8:10 വിവരം കിട്ടുന്നത്. പിന്നെ ഇത് ആരാ ഫോറസ്റ്റിന്റെ ജീപ്പിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ടാക്സിനാണ്. ആ ടാക്സിന്റെ അവരെന്നെ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് വിവരം പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോട്ടിലേക്ക് എത്തില്ല, പോയി. സംഭവത്തിൽ നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചു. DFO ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് ഉള്ളിൽ കയറിയിരുന്നായിരുന്നു പ്രതിഷേധം. മനുഷ്യന് സംരക്ഷണമില്ലാത്ത അവസ്ഥയാണെന്നും സർക്കാർ ഇടപെടുന്നില്ലെന്നും MLA. ഇതിനെ ഉൾക്കാടിനെ എങ്ങനെ വിളിക്കുക? ജനവാസ മേഖലയെ എങ്ങനെ നമ്മൾ ഉൾക്കാടും? കാടിന്റെ അകത്ത് വനം എന്ന് പറയാ ജനവാസ മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ റോഡിന് ഇരു കരകളിലുമുള്ള കാടുകൾ, അടിക്കാടുകൾ കാരാക്കാരും വെട്ടിക്കൊടുക്കുന്നതാണ്. പല ഘട്ടത്തിലും ഈ ആദിവാസികൾ വന്ന് പറഞ്ഞിട്ടുള്ള പരാതി അതാണ്. ഉൾക്കാട്ടിലായതുകൊണ്ട് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഏറെ സമയമെടുത്തെന്ന് നിലമ്പൂർ DFO പറഞ്ഞു. കുടുംബത്തിന് സഹായം നൽകും. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കുടുംബത്തെ ഏറ്റെടുക്കുവാൻ വനംവകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താൽക്കാലിക ജോലി വനംവകുപ്പിലേക്ക് കൊണ്ടുവരുന്നു. വളരെ വിദൂരതയിൽ താമസിക്കുന്ന അവരെ താഴത്തേക്ക് കൊണ്ടുവന്ന് അവരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുവാനും വനംവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മണിയുടെ പോസ്റ്റ്മോർട്ടം. ന്യൂസ് 18 മലപ്പുറം. വനനിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധന നടത്തും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂവെന്നും മന്ത്രി പറഞ്ഞു. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാവണം എന്നതിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ മുസ്ലിം ലീഗുമായി ബന്ധം ദൃഢമാക്കി രമേശ് ചെന്നിത്തല. ലീഗ് നിയന്ത്രിത സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ പാണക്കാട് സാദിഖലി തങ്ങൾ ചെന്നിത്തലയെ പുകഴ്ത്തി ഫേസ്ബുക്ക് കുറിപ്പിട്ടു. NSSന് പിന്നാലെ മുസ്ലിം ലീഗുമായും ബന്ധം ദൃഢമാക്കുകയാണ് രമേശ് ചെന്നിത്തല. NSSനെ പോലെയല്ല, അത് വെളിപ്പെടുത്താൻ ലീഗ് തയ്യാറാവുന്നു എന്നത് പ്രധാനമാണ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിനു പിന്നാലെയാണ് രമേശിന്റെ പ്രസംഗത്തെ പുകഴ്ത്തിയുള്ള സമൂഹമാധ്യമക്കുറിപ്പ്. അതും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളുടേത്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ലെന്നും അതിന് കോൺഗ്രസിൽ ചില ചിട്ടവട്ടങ്ങളുണ്ടെന്നുമായിരുന്നു K മുരളീധരന്റെ മുനവച്ച വാക്കുകൾ. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം, ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ചർച്ച വരുന്നത് അസ്വാഭാവികമെന്ന് UDF കൺവീനർ MM ഹസൻ. മുന്നണിയെ നയിക്കുന്ന പാർട്ടി, മുന്നണിയുടെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജനസമ്മതനായ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് ഹൈക്കമാൻഡ് ഞങ്ങൾക്ക് തരും. എന്നാൽ ഈ യോഗ്യത തനിക്കാണെന്ന് തെളിയിക്കാനുള്ള നീക്കങ്ങളാണോ VD സതീശനും രമേശ് ചെന്നിത്തലയും നടത്തുന്നതെന്ന സംശയമാണ് സമകാലിക സംഭവങ്ങൾ ഉയർത്തുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് NCP പിന്നോട്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നാണ് NCPയുടെ നിലപാട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രിയും CPMഉം കടുത്ത നിലപാടെടുത്തതോടെയാണ് NCP പിന്നോട്ടു പോകുന്നത്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കാത്തിരിക്കുകയായിരുന്നു NCP നേതൃത്വം. പക്ഷേ മുഖ്യമന്ത്രിയോ CPM നേതൃത്വമോ പച്ചക്കൊടി കാട്ടിയില്ല. തർക്കം പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലെത്തിക്കുകയും ചെയ്തു. ഇതോടെ മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്നും NCP പിന്നോട്ടു പോവുകയാണ്. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ വെച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അവസാനത്തെ തീരുമാനമായിരിക്കും. അത് NCPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മന്ത്രിമാറ്റ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ NCP LDF ഇടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് PC ചാക്കോയുടെ പ്രഖ്യാപനം.
കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയായി പ്രവർത്തിച്ച് ശക്തിപ്പെടുക, സ്വയം ശക്തിപ്പെടുക, ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ ഐക്യകണ്ഠേന എടുത്തത്. ഇത് ഞങ്ങളുടെ കോമൺ ഡിസിഷൻ, അതിന്റെ എല്ലാ സ്പിരിറ്റിലും ഞങ്ങൾ യോജിച്ചെടുത്തൊരു തീരുമാനമാണ്. മന്ത്രിമാറ്റത്തിനായി PC ചാക്കോയും തോമസ് കെ തോമസും ഒരു വിഭാഗത്തും AK ശശീന്ദ്രനും കൂട്ടരും മറുഭാഗത്തുമെന്നതുമായിരുന്നു NCPയിലെ പ്രതിസന്ധി. പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തിയപ്പോഴാണ് കൊച്ചിയിൽ നേതൃയോഗം ചേർന്നത്. തോമസ് കെ തോമസ് കടുത്ത നീക്കം നടത്തിയാൽ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് NCP നിലപാട് മയപ്പെടുത്താൻ നിർബന്ധിതമായത്. ന്യൂസ് 18 കൊച്ചി. അർഹിച്ചതെല്ലാം കിട്ടിയാണ് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും കോൺഗ്രസ് വിട്ടതെന്ന് ചാണ്ടി ഉമ്മൻ. അവർക്കൊന്നും അർഹിക്കുന്നതൊരിക്കലും കിട്ടാതിരുന്നില്ല. താൻ രാഹുൽ ഗാന്ധിക്കൊപ്പം കിലോമീറ്ററുകളോളം പദയാത്ര നടത്തിയത് ഒരു പദവി പോലും ചോദിക്കാതെയാണെന്നും ചാണ്ടി ഉമ്മൻ Q18-ൽ പറഞ്ഞു. കെ കരുണാകരന്റെ മകൾ BJPയിലേക്ക് എത്തുക, AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് എത്തുക, അങ്ങനെ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനും ഈ വഴിയാണോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തി. എനിക്കുള്ള ഏറ്റവും വലിയ അകാര്യം എൻ്റെ പാർട്ടി തന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കാൻ അവസരം തന്നിട്ട്. എനിക്കൊരു പോസ്റ്റില്ല. ഞാൻ 4000 കിലോമീറ്റർ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നു. അതിനുശേഷം ഞാൻ പോസ്റ്റ് ആവശ്യപ്പെട്ടു? അപ്പോഴും ആവശ്യപ്പെട്ടില്ല. പാർട്ടി എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. 25 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുക. ഈ പോയവരൊന്നും പാർട്ടിയെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്, കേന്ദ്ര നേതൃത്വത്തെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്. ഇവർക്കെല്ലാം പരാതി ഉണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇവിടെ അർഹതയ്ക്ക് ഉള്ളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ് പരമശേഷി അടക്കമുള്ളവർ പോയത്. എനിക്ക് വലിയ അവർക്ക് അർഹത കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അർഹത അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. KTDCയിലെ ചെയർപേഴ്സൺ ആയിട്ടില്ലേ, പ്രത്യേകിച്ച് ഇലക്ഷന് മത്സരിച്ചിട്ടില്ലേ, തൃശ്ശൂരിൽ മത്സരിച്ചിട്ടില്ലേ. ചാണ്ടി ഉമ്മന് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ? എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. അറിയിക്കുന്നതിലേറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിതത്തിൽ ഒരിക്കലേ വേദനിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയ രംഗമാണോ പ്രതിയോഗികളോ ആണോ OCയെ വേദനിപ്പിച്ചത്? അപ്പോൾ വേദനിച്ചത് ആ ഒറ്റ സംഭവത്തിലാണെന്ന് ചാണ്ടി ഉമ്മൻ പറയുമ്പോൾ ആരാകും അതിന് കാരണം? ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് മുൻപ് അല്ലെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് ശരിക്കും സത്യം എന്തായിരുന്നു? എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെട്ടിരുന്നു? നിങ്ങൾക്കറിയാം, ഒരു ചാനല് വളരെ മോശമായ രീതിയിൽ വാർത്ത കൊണ്ടുവന്ന് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കി പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 3 പ്രാവശ്യം അത് ചോദിച്ചു. അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ പറയുന്നു. കാണുക വിശദമായ അഭിമുഖം Q18 ഇന്ന് രാത്രി 9 മണിക്ക്, ലൈവ് പ്രീമിയർ രാത്രി 8 മണിക്ക്. ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനലിൽ. പെരിയ കേസ് പ്രതികളിലെ ജയിലിലേക്ക് യാത്രയയക്കാൻ CPM നേതാക്കളെത്തി. P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ജയിലിലെത്തി പ്രതികളെ സന്ദർശിച്ചു. മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് പ്രവർത്തകർ പ്രതികളെ ജയിലിലേക്ക് ആനയിച്ചത്. ജയിലിലെത്തിയത് തന്റെ പുസ്തകം പ്രതികൾക്ക് നൽകാനാണെന്ന് P. ജയരാജൻ പ്രതികരിച്ചു. ഏതു തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കണം, അക്രമം അവസാനിപ്പിക്കണം, സമൂഹത്തിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്ത് പൊതുവിൽ വർഗീയ സംഘർഷങ്ങളൊക്കെ ഇല്ലാത്ത സാമൂഹ്യമായ സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം സംരക്ഷിക്കണം. എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവരിപ്പോൾ ജയിലിലാണുള്ളത്. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴി അവർക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല വിധികളും പിന്നീട് ഉപരി കോടതികളെ സമീപിച്ചുകൊണ്ട് ആ വിധിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്നാണ് പ്രതികളായിട്ടുള്ള സഖാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകും. അല്ല, അതായത് കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ്.
പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സര രംഗത്തേക്കിറങ്ങാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. ഈ പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേക്കും നിയോഗിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമം വഴി നിയമസഭയിലേക്കും തൃശൂരിലൂടെ ലോക്സഭയിലേക്കും എത്തിയ BJPയുടെ അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരഭരണമാണ്. നഗരം പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നിലേറെ സീറ്റുകൾ ഉറപ്പെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള നീക്കം. ഭരണമുറപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തലസ്ഥാനത്തിറങ്ങിയത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും CPMനെ മറികടക്കാനായില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് NDAയുടെ നീക്കം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. മുരളി മേയർ സ്ഥാനാർത്ഥിയായാൽ കഴക്കൂട്ടം മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിലെ നഗരസഭാ വാർഡുകളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. കഴക്കൂട്ടത്തും പ്രകടനം മെച്ചപ്പെടുത്താനായാൽ ഭരണം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ BJPക്കും യോജിപ്പാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഏജൻസിയാണ് തലസ്ഥാനത്തും BJPക്ക് വേണ്ടി സർവേ തുടങ്ങിയത്. വി മുരളീധരന്റെ സാന്നിധ്യം എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവർ മെനയും. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വാർഡുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക പദ്ധതിയും BJP ആരംഭിച്ചിട്ടുണ്ട്. മുരളീധരന് പുറമെ മറ്റു ചില സസ്പെൻസ് സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനും ശ്രമം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നൂറ്റി